ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയൊരു മോരുകറിയാണ് കേട്ടോ. ഈ സാധാ മോരുകറിയല്ല, വെണ്ടയ്ക്ക മോരുകറിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല കൊഴുപ്പുമാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ ചെയ്ത് നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര കൊഴുപ്പ് വേണോ അതിനനുസരിച്ച് വെണ്ടയ്ക്ക എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ശേഷം കുറച്ച് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 സ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഉപ്പും മുളകും എല്ലാം വെണ്ടയ്ക്കയുടെ ഉള്ളിലോട്ടും കൂടെ ചെല്ലുന്ന രീതിയിലൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. മറ്റു എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ആ നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യേണ്ടത്, ഷാലോ ഫ്രൈ ആണ്. നമുക്കിതിൻ്റെ പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഉൾഭാഗം അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തും കിട്ടും. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം മുരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വെള്ളം ചേർത്തടിച്ച് വെച്ചിരിക്കുന്ന മോര്, അത്യാവശ്യം പുളിയുള്ളത് കേട്ടോ, ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മോരും ചൂടായിക്കോളും. നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ചൂടായ ചെറിയൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിക്കേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി, ഇഞ്ചി ചെറിയൊരു കഷ്ണം, 2 വറ്റൽമുളക്. ഈ ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂണ് കടുകും ഒരു 1/4 ടീസ്പൂണ് ഉലുവയും. ഉലുവ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് പൊട്ടിച്ച ശേഷം നമുക്ക് ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു തവണ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്